പെർഫ്യൂം താങ്കളുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു മേഖല. അന്നുവരെ ഞാൻ പെർഫ്യൂം ഉപയോഗിച്ചിട്ടില്ല. ഇല്ല. പെർഫ്യൂം ഉപയോഗിക്കാത്ത ഷിബി പെർഫ്യൂം വിൽക്കാൻ ഇറങ്ങി. അതെ. ദുബായിൽ. അതെ. എന്ത് സംഭവിച്ചു? അങ്ങനെ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ എന്താ ഫാക്ടറി എന്ന് എനിക്ക് എൻ്റെ ഉള്ളൊന്നും കാണാതെ ഞാനൊരു ഫാക്ടറി ഏകദേശം താങ്കൾ തുടങ്ങി വെച്ച കമ്പനിയിൽ നിന്ന് താങ്കൾ ഇറങ്ങുമായിരുന്നു. ഇച്ചിരി ഹാർഡ് ഡിസിഷൻ ആയിരുന്നു. ബാക്ക് ടു സീറോ ആണ്. അപ്പോൾ സീറോ അല്ല, നെഗറ്റീവ് ആണ്. കാരണം പണം കൊടുക്കാനുണ്ട്. ശരി, അപ്പൊ കോറൽ കയ്യിലുണ്ട്, പുറത്തേക്ക് ഇറങ്ങി മൈനസുമാണ്. എന്തായിരുന്നു അടുത്ത പരിപാടി? അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡ് കോറൽ പെർഫ്യൂം എന്ന് പറഞ്ഞ ഒന്നുമില്ലാത്ത ബ്രാൻഡ് ഒരു വലിയ അക്ഷരത്തിൽ ആ സ്ട്രീറ്റിൽ പോകുമ്പോൾ ഞാൻ അവിടെ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞാലൊന്നും തീരത്തില്ല. നമ്മുടെ നാട്ടില് കോറലുണ്ടോ? തീർച്ചയായും. അതിനിടയിലാണ് താങ്കൾക്ക് ഒരു വലിയ തിരിച്ചടിയും ഉണ്ടാവുന്നത്. എൻ്റെ ഫാക്ടറിയിൽ നമ്മളുടെ ഒരു സ്റ്റാഫിൻ്റെ മിസ്റ്റേക്ക് കാരണം ഫയർ തീ പിടിക്കുന്നു. അത് ഞങ്ങളുടെ എല്ലാ സ്റ്റോക്കും കത്തിപ്പോയി. പുതിയ ബിൽഡിങ്ങിലായിരുന്നു, പഴയ ബിൽഡിങ്ങിലായിരുന്നു. അതുകൊണ്ട് ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിച്ചില്ല. പെർഫ്യൂം ഒരു പ്രോഡക്റ്റ് അല്ല. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു സ്റ്റോറി ടെല്ലറാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പ്രവാസിയാവുന്നു. പ്രവാസിയായ വ്യക്തി ഒരു മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചതുകൊണ്ട് ആ തൊഴിലിൽ മികവ് കണ്ട് ഉയർന്ന തലങ്ങളിലേക്ക് എത്തുന്നു. പിന്നീട് ചില തിരിച്ചടികൾ മൂലം ഒരു വാശി കൊണ്ട് ഒരു സംരംഭകനാവുന്നു. ആ സംരംഭം തുടങ്ങി അതിലും തിരിച്ചടികൾ ഉണ്ടാവുന്നു. എന്നാൽ ഇന്ന് ഒരു മലയാളി സംരംഭകൻ ദുബായിൽ വലിയ വിജയങ്ങൾ നേടിയ ഒരു കഥയാണ് സ്പാർക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു ബ്രാൻഡ് പടുത്തുയർത്തിയ ഒരു മലയാളി സംരംഭകൻ, പ്രവാസിയാണ്, എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ ഷിബി. സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സോ മച്ച്. ഞാൻ താങ്കളെ പരിചയപ്പെടുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ തമ്മിൽ കണക്റ്റഡ് ആവാൻ കാരണം ഹോട്ട് പാക്ക് എന്ന മഹാപ്രസ്ഥാനം കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ വളരെ അടുത്ത് അറിയുന്ന, ഞാൻ ട്രെയിനിങ് ചെയ്യുന്ന ഹോട്ട് പാക്ക് എന്ന ലോകത്തെ ഏറ്റവും മികച്ച പാക്കേജിങ് കമ്പനിയുടെ സാരഥികളാണ് ജബ്ബാറും സൈനുദ്ദീനും. അവരുടെ ഒരു വലിയ കോൺഫറൻസിൽ സെഷൻ ചെയ്യാൻ പോയപ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് തന്ന ഒരു പാക്കറ്റ് എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. കോറൽ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പെർഫ്യൂം ഉപയോഗിച്ച് അതിനുശേഷം എനിക്കതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വേൾഡിൽ നല്ല പെർഫ്യൂംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ സൈനുദ്ദീൻ ഭായിക്ക് ഒരു മെസ്സേജ് അയക്കുന്നത്, ഇങ്ങനെ ഒരു നല്ല പെർഫ്യൂമായിരുന്നു നിങ്ങൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്, ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ? അങ്ങനെയാണ് നമ്മൾ തമ്മിൽ കണക്ട് ആവുന്നത്. തീർച്ചയായും. അന്ന് ഞാൻ താങ്കളെ ഈ വേദിയിൽ ഇരുത്തണം എന്ന് ആഗ്രഹിച്ചതാണ്. താങ്ക് യു സോ മച്ച് ഇന്ന് ദുബായിൽ നിന്ന് ഫ്ലൈ ചെയ്ത് ഈ ഇൻ്റർവ്യൂവിൽ വന്നതിൽ. തീർച്ചയായും. ആദ്യം തന്നെ നന്ദി പറയട്ടെ. ഈ രണ്ടുപേരും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഞാൻ അവരെ വളരെ ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന ഒരാളോടാണ്. ഷിബിയുടെ നാട് എവിടെയാണ്? ഹരിപ്പാട്. പഠിച്ചതൊക്കെ? ഞാൻ സ്കൂള് മാവേലിക്കരയിലും കോളേജ് ചെങ്ങന്നൂരുമാണ്. എന്തായിരുന്നു പഠിച്ചത്? ഞാൻ ബികോം ആണ് എൻ്റെ ഡിഗ്രി. പാരൻസ് ആരെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഫാദർ എക്സ് സർവീസ് ആണ്, മദർ ഹൗസ് വൈഫ്. പിന്നെ കുടുംബത്തിൽ അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അനിയൻ ബിസിനസ്സായിരുന്നു. ഓക്കെ. പഠനം കഴിഞ്ഞ് എന്താണ് ചെയ്തത്? കോളേജിന് മുമ്പ് തന്നെ ഞാൻ മർച്ചൻ്റ് നേവിയിൽ കയറാൻ വേണ്ടി ബോംബെ പോയി 2 വർഷം അവിടെ ആ കോഴ്സ് കഴിഞ്ഞതിന് പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷം അതിനുശേഷമാണ് ബികോം. അതെ. ഓക്കെ. അതിനുശേഷം ജോലിയായിരുന്നോ? എന്താണ്? സത്യം പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഈ ബിസിനസ് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് എനിക്ക് ഏറ്റവും ക്രേസ് ഉള്ളതാണ് കാർ. അപ്പോൾ കാർ അക്സസറീസ് ഒക്കെ കച്ചവടം ചെയ്യുന്ന ഒരു ഷോപ്പ് തുടങ്ങി. അതാണ് എൻ്റെ ആദ്യത്തെ ബിസിനസ്സിൻ്റെ എൻ്റെ. അപ്പോൾ ജോലിയൊന്നും പോയില്ലേ? കാർ ആക്സസറി അത് ഒറ്റയ്ക്കാണോ അതോ സുഹൃത്തുക്കളുമായിട്ട്? ശരി. അതെങ്ങനെ പോയത്? നന്നായിട്ട് പോയി. പക്ഷേ കോമ്പറ്റീഷൻ കാരണം ചില വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പം വീട്ടുകാർ ഈ നാട്ടിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെ അനിയനാണ് മസ്കറ്റിലേക്ക് ആദ്യമായിട്ട് ഒരു വിസിറ്റ് വരുന്നത്. മസ്കറ്റിലേക്കാണ്? അതെ. അതൊരു വലിയ ചേഞ്ച് തന്നെ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയാണ്. മസ്കറ്റിൽ ചെന്നു. എന്ത് തൊഴിലാണ്? മസ്കറ്റിൽ ഞാൻ വിസിറ്റ് വിസ ചെന്നുകൊണ്ട് നമുക്ക് ഈ ജോലി ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് ഇൻ്റർവ്യൂവിലൊക്കെ പോകുമ്പോഴും ആരും നമ്മളെ ഉൾക്കൊണ്ടില്ല. അങ്ങനെ ഞാനൊരു ഹാർഡ്വെയർ കമ്പനിയിൽ ഓൾ ഇൻ ഓൾ, അതായത് ഒരു ഷട്ടർ തുറക്കുന്നതും തൊട്ട് ക്ലീനിങ്, അക്കൗണ്ടിങ്, സെയിൽസ്മാന്,
ഈവൻ ഡ്രൈവർ വന്നില്ലേ പോലും ഡ്രൈവിംഗ് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു ആ സ്ഥലത്ത്. അത് ശരി, അതെങ്ങനെ പോയത്? സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം അത് അത്ര സുഖമല്ലായിരുന്നു. മീൻസ് രാവിലെ എൻ്റെ ബോസിൻ്റെ കൂടെ ജോലി, ആ സെയിം ബോസിൻ്റെ കൂടെ രാത്രിയിലും സെയിം റൂമിൽ ഞങ്ങൾ അപ്പുറം ഇപ്പുറമായിട്ട് കിടക്കണം. അത് എന്നെ സംബന്ധിച്ചോളം അത്ര സന്തോഷമല്ലായിരുന്നു. വളരെ ചെറുപ്രായവും. അതെ അതെ അതെ. വളരെ സങ്കടകരമായ അവസ്ഥ. എങ്ങനെ എത്ര നാൾ പോയി അവിടെ? അങ്ങനെ ഞാനൊരു 1.5 വർഷം മസ്കറ്റിൽ ജോലി ചെയ്തു. അതിനുശേഷം എൻ്റെ പെട്ടെന്ന് ഞങ്ങളുടെ ഫാദറിന് രോഗം കാരണം മരണപ്പെട്ടു. അങ്ങനെ ഞാൻ ഇന്ത്യയിലേക്ക് വന്നപ്പം പിന്നെ ഞാൻ മസ്കറ്റിലേക്ക് പോയില്ല. പിന്നീട് എന്താ ചെയ്തത്? ഈ 1.5 വർഷത്തെ മസ്കറ്റ് ജീവിതം എന്നെ ഒരു പ്രവാസിയെ എൻ്റെ ബ്ലഡിൽ കയറി. പിന്നെ എനിക്ക് നാട്ടിൽ ഒരു നിൽക്കാനും പറ്റാത്ത. അതെ അതെ. അങ്ങനെ ആൾക്കാർ എന്നോട് ചോദിക്കുക എന്ന് പോകുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററും ഹസ്ബൻഡോട് ചേർന്ന് എനിക്കൊരു വിസിറ്റ് വിസ ദുബായിലേക്ക് തരികയായിരുന്നു. ഓക്കെ. അങ്ങനെയാണ് ഞാൻ ദുബായിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് എന്തായിരുന്നു കാഴ്ച? ദുബായിലെ അവസ്ഥ മസ്കറ്റ് പോലെ തന്നെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ചെന്നിറങ്ങിയ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ പോകുന്ന വീട്ടിൽ എനിക്ക് താമസിക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ അവിടെ 2 റൂമാണ്. ഒരു റൂമിൽ അവരും ഒരു റൂം ഷെയറിങ്ങിനും കൊടുത്തേക്കാം, അത് ലേഡീസാണ്. അങ്ങനെ ഞാൻ ആ ദിവസം തന്നെ ഷാർജയിലേക്ക് ഞാൻ ഒരു ബസ്സിൽ കയറി റൂം തപ്പി അന്ന് രാത്രി തന്നെ ആ രാത്രി നാട്ടിൽ പോകുന്ന ഒരു പേപ്പറൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ആളുകളുടെ റൂമിൽ എനിക്കൊരു ബെഡ് സ്പേസ് കിട്ടുമായിരുന്നു. അപ്പം അതിനുള്ള പണം കയ്യിലുണ്ടായിരുന്നു? എൻ്റെ ഒരു 110 dirhams ഉണ്ടായിരുന്നു. അതിൽ 50 dirhams അവർക്ക് അഡ്വാൻസ് കൊടുത്തു. പക്ഷേ ഈ ആളുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിതം എന്തുവാന്ന് എന്നെ അവരാണ് പഠിപ്പിച്ചത്. അവർ എല്ലാ ദിവസവും ഒരു 5-6 പേർ ചേർന്ന് ഒന്നിച്ച് നിന്ന് ഒരു ചിക്കൻ കറിയും ഒരു കുബൂസിൻ്റെ പാക്കറ്റ് നടുക്കോട്ട് വെച്ചിട്ട് എല്ലാവരും ഇവിടെ ഷെയർ ചെയ്ത് കഴിക്കും. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് അമേസിങ്. ഇപ്പോഴും എനിക്ക് ആ ചിക്കൻ്റെയോ ആ ടേസ്റ്റ്. വളരെ താഴെ തട്ടിലുള്ള ആൾക്കാരാണ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്നത്. അത് ഞാൻ അതിലെ ഒരു ഷെയർ ഹോൾഡർ അല്ല. സ്റ്റിൽ അവർക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ കാശില്ലെന്ന് കണ്ടുകൊണ്ട് അവരുണ്ടാക്കുന്ന ഫുഡിൻ്റെ ഒരു ഷെയർ താങ്കൾക്ക് തരുമായിരുന്നു. അപ്പോൾ ജോലി പിന്നീട് കണ്ടുപിടിച്ചോ? ഞാൻ മസ്കറ്റിൽ എനിക്ക് ഒരു ലൈസൻസ് എടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആ ലൈസൻസും കൊണ്ടാണ് ഞാൻ ദുബായ് വന്നത്. അന്നത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഏതെങ്കിലും ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ അറബി വീട്ടിൽ ജോലിയോ. പക്ഷേ എൻ്റെ അന്നത്തെ ആ മോഹം അതേ ഉള്ളായിരുന്നു. അങ്ങനെ എനിക്കൊരു പെർഫ്യൂം കമ്പനിയിൽ എക്സിക്യൂട്ടീവായിട്ട് ജോലി കിട്ടുമായിരുന്നു. സെയിൽസിലാണോ? സെയിൽസിൽ. ഓക്കെ. കാറുള്ളത്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഈ കാർ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് കാറുമായിട്ടുള്ള എന്ത് ബിസിനസ്സും എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഈ സെയിൽസിലും സെയിൽസ് എക്സിക്യൂട്ടീവ് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ആ തൊഴിൽ പെർഫ്യൂം താങ്കളുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു മേഖല. അന്നുവരെ ഞാൻ പെർഫ്യൂം ഉപയോഗിച്ചിട്ടില്ല. ഇല്ല. പെർഫ്യൂം ഉപയോഗിക്കാത്ത ഷിബി പെർഫ്യൂം വിൽക്കാൻ ഇറങ്ങി. അതെ. ദുബായിൽ. അതെ. എന്ത് സംഭവിച്ചു? അന്ന് നമുക്ക് ദുബായ് മാർക്കറ്റ് അറിയില്ല. വൈകിട്ട് സെയിൽ കൊണ്ട് എത്തിച്ചേ പറ്റത്തുള്ളൂ. അവരൊരു ബാഗിൽ കുറേ സാമ്പിൾ തരും. ഞാനിത് അവിടെ ഹോൾസെയിൽ മാർക്കറ്റ്സ് ഉണ്ട്, മുർഷി ബസാർ എന്നൊക്കെയുള്ള പറഞ്ഞ മാർക്കറ്റിൽ. അവിടുത്തെ ഏറ്റവും വലിയ ഷോപ്സ് അവിടെ കൊണ്ട് നമ്മൾ ഡിസ്പ്ലേ കാണിക്കും. അവരിങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മളായിട്ട് സാധനത്തിൻ്റെ ക്വാളിറ്റിയും അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലെ കഥയൊക്കെ പറഞ്ഞ് അവസാനം അവർ നമ്മളോട് തിരിച്ച് ഇങ്ങോട്ട് വിൽക്കും. അവർ നമ്മളെ കമ്പനിക്കാട്ടും വലിയ കമ്പനിക്കാരാണ് ഞാൻ ഈ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ അത് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. മീൻസ് അവർ പറയുന്ന കഥകളും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും മാർക്കറ്റ് നോളജും അതെൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട്. അങ്ങനെ എത്ര നാൾ ആ ജോലി പോയി? ആ കമ്പനിയിൽ ഞാനൊരു 2 വർഷം വർക്ക് ചെയ്തു. എന്തായിരുന്നു മാറാനുള്ള സാഹചര്യം? എന്നെ വേറൊരു കമ്പനിക്കാരെന്നെ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് എന്നെ ക്ഷണിച്ചു. അങ്ങനെയാണ് ഞാൻ ആ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാന്ന് പറയാൻ എനിക്കൊരു ഇൻ്റർവ്യൂവോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. താങ്കളുടെ പെർഫോമൻസ് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വേണം, അല്ലെങ്കിൽ നമുക്കൊന്നിച്ച് വളരാം, അല്ലെങ്കിൽ അന്നത്തെ അദ്ദേഹവും എനിക്ക് ഓഫർ ചെയ്തത് ജീപ്പ് ചൊറോക്കിയാണ്. അപ്പോൾ എനിക്ക് ആ ജീപ്പ് ചൊറോക്കി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. ജീപ്പ് ചൊറോക്കി ഒന്നും കിട്ടിയില്ല. എനിക്ക് അന്ന് ലാൻസർ ഒരെണ്ണം റെൻ്റ് എടുത്ത് തരികയായിരുന്നു. എങ്കിലും അവിടെ ചെന്നു. അവിടെയും സെയിൽസ് ആണോ? അല്ല, ഞാൻ ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഉപയോഗം ഉണ്ടായിരുന്നു. മീൻസ് അതൊരു പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്നു. അപ്പം ഈ മാർക്കറ്റിലെ എല്ലാ ആളുകളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ കമ്പനിയിലേക്ക് എന്തൊരു സാധനം ആവശ്യമുണ്ടെങ്കിലും എനിക്ക് സോഴ്സ് ചെയ്യാനും ഒക്കെ പർച്ചേസിലാണ്. എന്നെ എടുക്കുന്നത് പർച്ചേസിലേക്കല്ല, ഞാൻ സെയിൽസിലുള്ള എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എൻ്റെ ഈ നോളജ് അദ്ദേഹം യൂസ് ചെയ്തു. അപ്പം എനിക്കത് ആ മാർക്കറ്റിലെ
യൂസ് ചെയ്യാൻ സാധിച്ചു. ആ ബന്ധം പിന്നീട് എങ്ങനെ പോയി? ഞാൻ അന്നും ഒരു ജോലിക്കാരനായിട്ടല്ലായിരുന്നു ഞാൻ അവിടെ വർക്ക് ചെയ്തത്. ഈ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചെയ്യാവുന്ന സകല പണിയും തീർത്ത് അത് നമുക്ക് ക്ഷീണമില്ല. നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തൊരു സ്ഥാപനമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന്. പക്ഷേ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ഇപ്പോഴും എന്നെ എക്സ്പീരിയൻസിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്ത ആ ഒരു അദ്ദേഹമായിട്ട് കൂടെ നിന്ന് വർക്ക് ചെയ്ത അവസരമാണ്. പിന്നീട് എപ്പോഴോ ആ ബന്ധം ഒന്ന് വഴിതെറ്റി ഇറങ്ങേണ്ടി വന്നു അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മൾ അത്രയും അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബോസുമായിട്ടൊരു ഒരു ഒരു ഇൻറ്റിമസി എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഗ്രോത്ത് വരുമ്പം നമ്മളെയൊക്കെ വേറൊരു തലത്തിൽ കാണുമ്പം നമുക്കൊരു മാനസികമായിട്ടുണ്ടാകുന്ന ഒരു അകൽച്ച ഉണ്ടാവും. അതങ്ങനെ കൂടി 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 പുള്ളിയോടൊരു ശത്രുത പോലെ എനിക്ക് അങ്ങ് മാനസികമായിട്ട് എനിക്ക് തോന്നിയ സമയത്താണ് ഒരു വെള്ളിയാഴ്ച അന്ന് വെള്ളിയാഴ്ച ദിവസങ്ങൾ അവധിയാണ്. ഒരു വെള്ളിയാഴ്ച അദ്ദേഹം എമർജൻസി ആയിട്ട് ഒരു മീറ്റിംഗ് വെച്ചു. അത് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഓക്കെ. അദ്ദേഹത്തിനെ ഒഴിച്ച് ഞാൻ ബാക്കി എല്ലാവരെയും ഞാൻ അന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അറിഞ്ഞിട്ടാണോ അതല്ലാതെ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്കൊരു പേഴ്സണലായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് സാറേ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫാമിലിയാണോ വലുത് ജോലിയാണോ വലുത് ചോദിച്ചു. അന്നേരം ഞാൻ ഫാമിലിയാണ് വലുതെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് റിസൈൻ ചെയ്യാൻ പറഞ്ഞു. ഞാനും ഇതൊരു അവസരം നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അത് റിസൈൻ ചെയ്ത് ആ കമ്പനിയിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങുമായിരുന്നു. അപ്പം അതും അവിടെ നിന്നും പലതും പഠിച്ചു എന്നുള്ളത് തന്നെയാണ്. പഠിച്ചു, എങ്കിലും എൻ്റെ മനസ്സിൽ കുറേ വേദനകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴും നമുക്ക് ആ ഫാക്ടറിക്ക് ഉള്ളിലോട്ട് കയറാനുള്ള അന്നൊരു ആക്സസ് കാർഡുണ്ട്. എനിക്ക് മാത്രം ആ കമ്പനിയിൽ ആക്സസ് കാർഡ് എനിക്ക് തന്നിട്ടില്ല. ഞങ്ങളൊക്കെ സീനിയർ ആൾക്കാരായിട്ട് അവിടെ നിൽക്കുമ്പം എനിക്കൊഴികെ എല്ലാവർക്കും കൊടുത്തു. ശിവി മാത്രം തന്നില്ല. പക്ഷെ അദ്ദേഹത്തെ താങ്കൾ ബിസിനസ്സിൽ പല രീതിയിൽ സഹായിച്ചിട്ടുമുണ്ട്. ആസ് എ ജോലിക്കാരൻ എന്ന നിലയിലും അല്ലാതെയും അദ്ദേഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ കൂടെ നിന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഫാക്ടറി ഇതുവരെ കാണാത്ത പെർഫ്യൂം സെയിൽസ്മാൻ. അതെൻ്റെ ഒരു വാശിയും അതൊരു ചലഞ്ചും ആയിരുന്നു. അന്ന് നമ്മുടെ ഫാക്ടറി ഉള്ളിൽ കാണണമെന്നുള്ളൊരു ആഗ്രഹം അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഫാക്ടറി തന്നെ ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ എന്താ ഫാക്ടറി എന്ന് എനിക്ക് അതിൻ്റെ ഉള്ളൊന്നും കാണാതെ ഞാനൊരു ഫാക്ടറി തുടങ്ങാൻ. അപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം? ഒരു വെയർ ഹൗസ് വേണമെന്നുള്ളത് ബേസിക് എനിക്ക് നോളജ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം പോയി ഞാനൊരു ബേസിക്കായിട്ടൊരു വെയർ ഹൗസ് എടുത്തു. പക്ഷെ പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫിനാൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫാക്ടറി സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ഒരു 1.5 വർഷം എടുത്തു കുറേശ്ശെ പല കാര്യങ്ങളിലേക്ക് എത്താൻ. പിന്നീട് അത് തുടങ്ങിയോ? ഉറപ്പായിട്ടും തുടങ്ങി. ഞാൻ മാർക്കറ്റിൽ നിന്നുള്ള നല്ല പ്രൊഫഷണൽസിനെ വെച്ചിട്ട് ഞാൻ ഷാർജയിൽ ആദ്യമായിട്ട് എൻ്റെ ഫാക്ടറി നല്ല രീതിയിൽ തുടങ്ങി. എന്തായിരുന്നു അതിന് പേരിട്ടത്? അതിൻ്റെ പേര് റോയൽ പാലസ് എന്നായിരുന്നു. റോയൽ പാലസ് ഫാക്ടറിയാണ് താങ്കൾ തുടങ്ങിയത്. അപ്പോൾ ഒറ്റയ്ക്കാണ് താങ്കൾ? അന്ന് ഒറ്റയ്ക്കാണ്. അന്ന് ഞാൻ അന്ന് ഈ ഇതിൻ്റെ മൂലധനം ആരാണ് ഇതിനൊക്കെ സഹായിച്ചത്? എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്നെ സഹായിക്കുന്നത് ഈ ഫിനാൻഷ്യലി സഹായിക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. പിന്നെ മറ്റു സുഹൃത്തുക്കളും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയാൻ കാരണം എൻ്റെ പല അവസരങ്ങളും അദ്ദേഹമാണ് സഹായിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫൈസൽ. അദ്ദേഹം നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ട് വളരെ സ്റ്റാർ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹമാണ് സഹായിച്ചത്. ശരി, പിന്നീട് എന്ത് സംഭവിച്ചു? ആ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഓർഡർ കിട്ടണ്ടേ ഫസ്റ്റ്. അതെ, ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ എല്ലാവരുടെയും മെൻറ്ററും അല്ലെങ്കിൽ അഭിമാനമായ യൂസഫ് ഭായ്, അതായത് നമ്മുടെ ലുലുവിൻ്റെ ഓണർ, തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കാണണമെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ലുലുവായിട്ട് ചേർന്ന് ബിസിനസ് ചെയ്യണമെന്നും ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ ലുലുവിൻ്റെ മീനിങ് ഉള്ള റൗണ്ടും അല്ലെ പേള് പോലെ ഉള്ള ഒരു ബോട്ടിലുമായിട്ട് ഞാനിങ്ങനെ അത് എങ്ങനെ ആരെ അപ്രോച്ച് ചെയ്യണമെന്നുള്ള ഒരു കണക്ഷൻ ഇല്ലാതെ അങ്ങനെ തപ്പിയാണ്
നമ്മൾ മനസ്സിലാക്കുന്നത് ലുലുവിൽ പ്രൈവറ്റ് ലേബിൾ എന്ന് പറഞ്ഞ ഒരു ഡിവിഷനുണ്ട്. ഓക്കെ അദ്ദേഹത്തിന് അതിലൊരു ഹെഡുണ്ട്, ഷമീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്യണം, ഇങ്ങനെ കാണിക്കണം. അദ്ദേഹത്തിന് അപ്രോച്ച് ചെയ്യുന്ന അത്ര ഈസി അല്ലായിരുന്നു ആ സമയത്ത്. പക്ഷേ ആരുടെയോ അനുഗ്രഹവും അദ്ദേഹത്തിന് എനിക്ക് സമയം അനുവദിച്ചു. ഞാൻ അദ്ദേഹത്തിനെ ഈ ബോർഡിൽ പ്രസൻറ്റ് ചെയ്തു. അന്ന് അദ്ദേഹം അത് റിജക്റ്റ് ചെയ്തു. പക്ഷേ അദ്ദേഹം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അദ്ദേഹത്തിന് ആവശ്യമുള്ള രീതിയിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എനിക്ക് അവസരം തന്നു. അത് എന്നെ ഒരുപാട് പ്രൊഫഷണലും അല്ലെങ്കിൽ ലുലുവായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അന്നത്തെ എൻ്റെ ഒരു ആഗ്രഹവും. ആദ്യത്തെ അതെ, ക്ലയന്റ് അതെ, അതെ. വലിയൊരു അല്ലേ, അതെ, യൂസുഫായുടെ അതെ. ലുലുവിലൊക്കെ പോയി നമ്മുടെ പ്രോഡക്റ്റ് പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയായിരുന്നു. ഇന്നും ഞാൻ ആ ഗ്രൂപ്പുമായിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ അവരിൽ നിന്നും പഠിക്കുകയായിരുന്നു അവരുടെ സിസ്റ്റംസും പ്രോസസ്സും ഒക്കെ. ലുലുവിൻ്റെ സപ്ലയർ ആകുക എന്ന് പറയുന്ന ഒരു ഡ്രീം പോലെ തന്നെ ഇറ്റ്സ് നോട്ട് ഈസി. അന്ന് ലുലുവിൻ്റെ വെണ്ടർ ആവണമെന്നുണ്ടെങ്കിൽ ബ്യൂറോ വെരിറ്റാസ് ആണെന്ന് തോന്നുന്നു അന്ന് അവരുടെ ഓഡിറ്റർ അവരുടെ വിസിറ്റും അവരുടെ ഓഡിറ്റും ശേഷമേ നമ്മളെ അവർ സെലക്ട് ചെയ്യത്തുള്ളൂ. ബട്ട് ഇതെന്നെ ഒത്തിരിയും പഠിപ്പിച്ചു. ഞങ്ങൾ ആ ഒരു കാരണങ്ങളാൽ ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയർന്നു, ഞങ്ങളുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് മാറി. സോ ടുഡേ വി ആർ ഇൻ എ ഗുഡ് പൊസിഷൻ. ആ ബിസിനസ് അങ്ങനെ പോകുമ്പോഴാണ് അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എന്തായിരുന്നു അത്? ഷാർജ കമ്പനിയിൽ നമ്മൾക്ക് നല്ല ഓർഡേഴ്സ് വന്നു. ഇറാൻ്റെ ഓർഡറും അങ്ങനെ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ബിസിനസ് വന്നപ്പം എനിക്കിത് ഫിനാൻഷ്യലി മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു അവസരം വന്നു. അങ്ങനെ ഞാൻ അലഞ്ഞ് പൈസയില്ല, ഓർഡറും ഉണ്ട്, ഒറ്റയ്ക്ക് അങ്ങനെ മുമ്പോട്ട് പോയി. ഞാനൊരു എക്സിബിഷന് ഇറ്റലിയിൽ പോയി നമ്മുടെ സപ്ലൈസിനെല്ലാം മീറ്റ് ചെയ്തു. അന്നത്തെ മെയിൻ മാനുഫാക്ചറാണ് പിരമൽ ഗ്ലാസസ് എന്നൊക്കെ പറഞ്ഞത്. ഈ വലിയ ഗുജറാത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. അവർ നോർമലി ഒരു BL അയക്കണമെന്നുണ്ടെങ്കിൽ ഫണ്ട് അവരുടെ അക്കൗണ്ടിൽ വന്ന് ക്രെഡിറ്റ് ആയതിനു ശേഷമേ അവർ BL കോപ്പി റിലീസ് ചെയ്തു. എൻ്റെ ഫ്രണ്ട്ഷിപ്പും ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഉള്ള ട്രസ്റ്റ് കാരണം ഞാൻ തിരിച്ചു വന്നപ്പം എൻ്റെ ടേബിളിൽ ആ BL കോപ്പി ഇരിപ്പുണ്ട്. അതെന്നെ മാനസികമായിട്ടും എല്ലാ തലത്തിലും ബുദ്ധിമുട്ടിച്ചു. മീൻസ് എനിക്ക് ആ പൈസ അയക്കാനുള്ള പൈസ എൻ്റെ ബാങ്കിലില്ല. ഓക്കെ ആ പൈസയ്ക്ക് വേണ്ടിയാണ് ഞാൻ പല കൂട്ടുകാരോടും എനിക്കറിയാവുന്ന സോഴ്സെല്ലാം നോക്കി നടന്നില്ല. പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുക എന്നുള്ള ഒരു സെക്കൻഡ് തോട്ടായിട്ട് പോയാൽ എടുക്കാമെന്ന് വിചാരിച്ചു, അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെ എടുക്കാൻ വേണ്ടി ആ ആളാണ് ഞാൻ പിന്നെ എൻ്റെ ഒരു പാർട്ട്ണറാക്കി. എന്തായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ഫിനാൻസും അല്ലെങ്കിൽ ഫാക്ടറിൻ്റെ ഈ ആക്ടിവിറ്റീസും നോക്കാൻ ഒരാളുടെ ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിനോടുള്ള സംസാരവും കാര്യങ്ങളും എനിക്ക് തോന്നി അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫ്യൂച്ചറിലാണ് നമ്മൾ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ നമ്മളുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എക്സാമ്പിൾ, ഞാൻ താങ്കളുമായിട്ട് കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ അതൊരു എൻ്റെ മെയിൻ സപ്ലയർ ആയിരിക്കും. എനിക്ക് എൻ്റെ സപ്ലയർ എന്ന് പറയുന്നത് അവരാണ് എൻ്റെ എല്ലാം. അപ്പോൾ നമ്മളൊരു സപ്ലയർ ബന്ധമല്ല, നമ്മളൊരു എപ്പോഴും ഒരു ഫ്രണ്ട്ലിയും അല്ലെങ്കിൽ നല്ല ഒരു ഇന്നും ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അവരുടെ ചെക്ക് മാത്രം അദ്ദേഹം സൈൻ ചെയ്യത്തില്ല. അന്ന് ഡുവൽ സിഗ്നേച്ചറാണ്. അപ്പം എനിക്കിത് ഒത്തിരിയും ബുദ്ധിമുട്ടുണ്ടാക്കി. മുമ്പോട്ടുള്ള ഓർഡേഴ്സ് എടുക്കാനും അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യാനും എന്നെക്കൊണ്ട് പറ്റാതെ അത് നമുക്ക് ബിസിനസ്സിൽ അത് ക്ഷീണം ഉണ്ടാക്കി. അങ്ങനെ ഞാനത് ഈ കമ്പനിയിൽ നിന്ന് തന്നെ എൻ്റെ നല്ല പേര് നശിപ്പിക്കാൻ എനിക്ക് അന്ന് ആഗ്രഹമില്ലായിരുന്നു. ഞാൻ വിഡ്രോ ചെയ്യുമായിരുന്നു. ഏകദേശം താങ്കൾ തുടങ്ങി വെച്ച കമ്പനിയിൽ നിന്ന് താങ്കൾ ഇറങ്ങുമായിരുന്നു. ഇച്ചിരി ഹാർഡ് ഡിസിഷനായിരുന്നു. ഓക്കെ. എങ്കിലും ഞാൻ എൻ്റെ സപ്ലൈസിനെല്ലാം എൻ്റെ പേഴ്സണൽ ഞാൻ ചെക്കെല്ലാം എഴുതി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇറങ്ങുന്നത്. പക്ഷേ അവരോടെല്ലാം വിളിച്ചു പറഞ്ഞു, നൗ ഐ ഡോണ്ട് ഹാവ് മണി, പക്ഷേ ഞാൻ പൈസ തന്നിരിക്കും. പക്ഷേ എല്ലാവരും എൻ്റെ കൂടെ നിന്നു. അങ്ങനെ ഞാൻ ബാക്ക് ടു സീറോ ആണ്. അപ്പോൾ സീറോ അല്ല, നെഗറ്റീവാണ്. കാരണം പണം കൊടുക്കാനുണ്ട്. അതെ. പക്ഷെ എന്നാലും താങ്കളുടെ വിശ്വാസമാണ് മറ്റുള്ളവർക്ക്. അതെ. അതുകൊണ്ട് അവർ ഓക്കെ പറഞ്ഞു. അതിൽ 1-2 നല്ല കാര്യങ്ങളും ഉണ്ടായി. ആ സമയത്ത് ഈ നമ്മളുടെ ബ്രാൻഡ് രജിസ്ട്രേഷൻസ് ഈ ഇൻഡിവിജ്വൽ ആൾക്കാരുടെ പേര് ചെയ്യാൻ, ആ കോറൽ എന്ന് പറയുന്നത് എൻ്റെ പേരിലാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത്. ബാക്കി എല്ലാ ബ്രാൻഡും ആ കമ്പനിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത്. അതായത് നമ്മുടെ കസ്റ്റമേഴ്സ്, സപ്ലൈസ് എല്ലാം അവിടെ പോയി
ആകെ താങ്കളുടെ കയ്യിലുള്ളത് താങ്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കോറൽ എന്ന പേര് മാത്രം, ബ്രാൻഡ്. ആ ബ്രാൻഡ് മാത്രമാണ്. ഉം. അത് ബ്രാൻഡ് എന്ന് പറയാനും പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ ആ പേരിൽ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുമില്ല. പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അത് മാസ് പ്രോഡക്റ്റ് ആയിരുന്നു. അല്ല. നമ്മൾ അത് അത്ര ഫോക്കസ്ഡ് അല്ലായിരുന്നു. ഓക്കെ. പക്ഷെ കാരണം നമ്മൾ OEM ആണ് ചെയ്തിരുന്നത്. ശരി, അപ്പോൾ കോറൽ കയ്യിലുണ്ട്, പുറത്തേക്ക് ഇറങ്ങി മൈനസുമാണ്. എന്തായിരുന്നു അടുത്ത പരിപാടി? എനിക്ക് ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ട്. വെച്ചാൽ ഞാൻ എൻ്റെ മൊബൈൽ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പട്ടിണി കിടക്കത്തില്ല എന്നുള്ളത് എനിക്ക് അന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ജോലി, അതായത് ഞാൻ അന്ന് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്തത്, ആ കോൺഫിഡൻസ് ആണ് എനിക്ക് ആ സമയങ്ങളിൽ തന്നത്. അന്ന് മാർക്കറ്റിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ സപ്ലൈ ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം എനിക്ക് എൻ്റെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ എന്നെ അത് ഹെൽപ്പ് ചെയ്തു. അതിൽ നിന്നാണ് ഞാൻ എൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ഞാനിങ്ങനെ ചിന്തിക്കാൻ നോക്കിയത്. ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അവസ്ഥ കണ്ടിട്ട് അൽറിഗ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഷോപ്പുണ്ട്. ആ റിഗ എന്ന് പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രീറ്റാണ് ദുബായിൽ. അതെ. പക്ഷെങ്കിൽ എന്നോട് പറയുന്ന സമയത്ത് അവിടെ ഒരു മെട്രോ ലൈൻ പോയി അവിടുത്തെ എല്ലാ ബിസിനസ്സും നഷ്ടപ്പെട്ട് അവിടുത്തെ ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത പണി നടക്കുകയാണ്. ആ സമയത്താണ് എനിക്ക് ആ ഷോപ്പ് ഓഫർ ചെയ്യുന്നത്. എന്നിട്ടും ആ ഷോപ്പിന് ഡിമാൻഡുള്ള ഷോപ്പാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ചോദിക്കുന്ന പൈസ എനിക്ക് കൊടുക്കാൻ ഇല്ല. ഞാൻ അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു. അതൊരു അറബ് ലോക്കലാണ്. അദ്ദേഹത്തിന് എൻ്റെ ചില കഥകളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്നോടൊരു സ്നേഹം തോന്നി. അദ്ദേഹം എന്നോട് ഒരു എഗ്രിമെൻ്റ് വെച്ചു. യു ഹാവ് ടു പേ എല്ലാ വർഷവും ഒരു എമൗണ്ട് തരണം, നീ കട നടത്തിക്കും. അന്നത്തെ എൻ്റെ കോൺഫിഡൻസിൽ അതൊരു വലിയ എമൗണ്ടാണ് ഞാൻ പ്രോമിസ് ചെയ്തേക്കുന്നത്. ആ ഷോപ്പ് ഞാൻ എടുത്ത് മുമ്പേ പറഞ്ഞ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ഞാൻ ആ ഷോപ്പ് തുടങ്ങുമായിരുന്നു. അവരുടെ പണം സഹായമൊക്കെ അവരെ ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ എനിക്ക് പൈസ തരും. എല്ലാവർക്കും വിശ്വാസമാണ് ഷിബി എന്ന ബ്രാൻഡിന്. അങ്ങനെ കോറൽ എന്ന് പറയുന്ന റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആദ്യമായിട്ട് ആദ്യത്തെ ഷോപ്പായിരുന്നു. എങ്ങനെ പോയി അത്? ആ ഷോപ്പ് വമ്പിച്ച ഹിറ്റായിരുന്നു. എനിക്ക് എൻ്റെ ലൈഫിനെ തിരിച്ചു കിട്ടിയതും, അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡ് കോറൽ പെർഫ്യൂം എന്ന് പറഞ്ഞ ഒന്നുമില്ലാത്ത ബ്രാൻഡ് ഒരു വലിയ അക്ഷരത്തിൽ ആ സ്ട്രീറ്റിൽ പോകുമ്പോൾ ഞാൻ അവിടെ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞാലൊന്നും തീരത്തില്ല. ഷിബിയുടെ വളർച്ച, ആ കോറൽ എന്ന ഒറ്റ അറബി പറഞ്ഞ ആ ഷോറൂമിൽ നിന്നാണ് താങ്കളുടെ വളർച്ച. ഇന്ന് എത്ര ഷോറൂമുണ്ട്? നമുക്ക് ദുബായിൽ 18 ഷോറൂംസ്, 18 ഷോറൂം ദുബായിൽ മാത്രം റണ്ണിങ്ങിലുണ്ട്. രണ്ടോ മൂന്നോ ഷോപ്പ് അണ്ടർ കൺസ്ട്രക്ഷനിലുണ്ട്. 4 ഷോപ്പ് ഒമാനിലുണ്ട്. ഒമാൻ നമ്മൾ പഴയ ജോലി ചെയ്ത സ്ഥലം വിട്ടിട്ടില്ല. പിന്നെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലുണ്ടോ? 2 ഷോപ്പ് ഓസ്ട്രേലിയയിലുണ്ട്. റീസെൻ്റ്ലി മൗറീഷ്യസിൽ ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിൽ കോറലുണ്ടോ? തീർച്ചയായും. എല്ലാ പ്രവാസി പോലെ തന്നെ എനിക്കും എൻ്റെ മനസ്സിൽ താലോലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആഗ്രഹമായിരുന്നു കേരളത്തിൽ നമ്മളൊരു ഷോപ്പ് തുടങ്ങുവാണെങ്കിൽ നല്ല ഷോപ്പ്. അത് കൊച്ചിയിൽ. അങ്ങനെ ഞാൻ വൈറ്റ്ലയിൽ ഒരു 3 ഷട്ടർ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ദൈവാനുഗ്രഹത്താൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് 4 ഷോപ്പ് കേരളത്തിൽ വർക്കിങ്ങിലുണ്ട്. 2 ഷോപ്പ് കൊല്ലം കൊട്ടിയത്തും തൃശ്ശൂർ സർക്കിളിലും ഞങ്ങൾ കോറലിൽ വരുന്നുണ്ട്. തകർന്ന് അട്ടിഞ്ഞ മൈനസിൽ നിന്ന് ഒരു ഷോറൂമിൽ നിന്നാണ് താങ്കൾ ഈ വളർച്ച. ഇന്ന് ഫാക്ടറി എവിടെയാണ്? അൽക്കൂസിലാണ്. ദുബായ് അൽക്കൂസിലാണ് ഫാക്ടറി. ഒരു വലിയ ഫാക്ടറി ആയി തീർന്നിട്ടുണ്ടാവണം ഇപ്പോൾ. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലുതല്ല എങ്കിൽ പോലും 7 വെയർഹൗസ്, അന്നത്തെ ഒരു ചെറിയ വെയർഹൗസിനോട് ചേർന്നുള്ള എല്ലാ വെയർഹൗസും ഇന്നിപ്പോൾ കോറലിൻ്റെയാണ്. നല്ല രീതിയിൽ പോകുന്നു. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതെ. അതിനിടയിലാണ് താങ്കൾക്ക് ഒരു വലിയ തിരിച്ചടിയും ഉണ്ടാവുന്നത്. എന്തായിരുന്നു അത്? ഈ അൽക്കൂസിലെ ഫാക്ടറിയും അത്ര പഴയതിനെക്കാട്ടും ബുദ്ധിമുട്ടിയാണ് നമ്മൾ തുടങ്ങിയത്. മീൻസ് ദുബായിൽ ഒരു പെർഫ്യൂം ഫാക്ടറി തുടങ്ങുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടഫാണ്. അതായത് നമ്മളെല്ലാ തരത്തിലുള്ള ലൈസൻസ് നമുക്ക് അപ്രൂവ് ആവണം. എൻവയോൺമെൻ്റ് ആയാലും ISO ആയാലും GMB ആയാലും എല്ലാം എൻ്റെ ഒരു ആഗ്രഹം അനുസരിച്ച് ഞാൻ എടുക്കുന്നത് എല്ലാം നല്ല ഓഡിറ്റേഴ്സോ അങ്ങനെയല്ല എല്ലാം ചെയ്യത്തുള്ളൂ. അപ്പം എനിക്ക് ഇച്ചിരി സമയം എടുത്തായിരുന്നു ദുബായ് ഫാക്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി.
പക്ഷെ അത് നമുക്ക് നല്ല നല്ല ക്ലയൻസിനെ ആഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ നല്ല രീതിയിൽ വരുന്ന സമയത്താണ് എൻ്റെ ഫാക്ടറിയിൽ നമ്മളുടെ ഒരു സ്റ്റാഫിൻ്റെ മിസ്റ്റേക്ക് കാരണം ഫയർ തീ പിടിക്കുന്നു. ഓ, അത് ഞങ്ങളുടെ എല്ലാ സ്റ്റോക്കും കത്തിപ്പോയി. വലിയ നഷ്ടങ്ങളുണ്ടായോ? നല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ വെയർ ഹൗസ് ഇരിക്കുന്നത് പുതിയ ബിൽഡിങ്ങിലല്ലായിരുന്നു, പഴയ ബിൽഡിങ്ങിലായിരുന്നു. അതുകൊണ്ട് ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാനും സാധിച്ചില്ല. പിന്നെ എങ്ങനെയാണ് അതൊന്ന് തിരിച്ചു വന്നത്? തിരിച്ചു വന്നതെല്ലാം നമ്മൾ തിരികെ നോക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് നല്ല കൂട്ടുകാർ അന്നുമുണ്ട്. അവരാണ് എന്നെ ബാക്ക് ടു നോർമൽ, അതായത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം പണ്ട് ഞാൻ സഹായിച്ച കാരണത്താൽ 4 ചെക്ക് എനിക്ക് ബ്ലാങ്കായിട്ട് എഴുതി തന്നു. അദ്ദേഹം അന്ന് നാട്ടിൽ പോകുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു 4 മില്യൺ വരെ ഷിപ്പിക്കാതെ ഇതിന് എടുക്കാൻ സാധിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും രണ്ടാമത് കോറൽ ബാക്ക് ടു നോർമലിലേക്ക്. അതാണ് ഈ കാണുന്ന വളർച്ചയിലെത്തിച്ചത്. അതിന് ഉപരി ഈ ഒരു തീ കത്തിയെന്ന് കേട്ടിട്ട് എൻ്റെ ചൈനയിൽ നിന്നും പല സ്ഥലത്തു നിന്നുള്ള സപ്ലൈസ് അവർ സാധനങ്ങൾ അയച്ചു. അവരിൽ നിന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങളും ഞാനിപ്പം 10 പീസ എടുക്കുന്നെങ്കിൽ അതിന് 20 പീസ് എനിക്ക് അയച്ചു. അത് സപ്ലയറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ സപ്പോർട്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ സപ്ലയേഴ്സ് പേയ്മെന്റ് ചോദിച്ച് ബഹളം ഉണ്ടാക്കുന്നതിന് അവർ സ്റ്റോക്ക് അയക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചോദിച്ച ആൾക്കാരും ഉണ്ട്. അത് വളരെ കുറച്ചുള്ളൂ. പക്ഷെ കൂടുതലും എന്നെ സഹായിക്കാൻ വേണ്ടി നിന്ന ആൾക്കാർ. ഇന്ന് എത്ര ജീവനക്കാരുണ്ട്? നമുക്ക് 182 പേര് ദുബായിലുണ്ട്. ദുബായിൽ മാത്രം? ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം കൂടി ചേർത്ത് ഒരു 250 ഉള്ളിൽ കാണും. 250ഓളം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമായി നമ്മൾ വളർന്നു എന്നുള്ള. നമുക്കൊരു ടേൺ ഓവർ എടുത്താൽ എല്ലാം കൂടി ചേർത്താൽ എത്രയുണ്ടാവും? ഓൾമോസ്റ്റ് 100 മില്യൺ. 100 മില്യൺ ദിറംസ് ആണ്. അത്രയും വളർന്നു കഴിഞ്ഞു നമ്മളല്ലേ? അതെ. ഞാൻ നമ്മുടെ പെർഫ്യൂം ഇൻഡസ്ട്രിയെ കുറിച്ച് 2 വാക്ക്, താങ്കളും ഈ മേഖലയിലായതുകൊണ്ട്, പെർഫ്യൂം നമ്മളെയൊക്കെ മോഹിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഈ പെർഫ്യൂമിനോട് ഇത്ര ഒരു ഭ്രമം വരാൻ കാരണം? പെർഫ്യൂം ഒരു ലക്ഷറി പ്രോഡക്റ്റ് ആണ് എല്ലാവരും ചിന്തിക്കുന്നത്. പെർഫ്യൂം ഒരു പ്രോഡക്റ്റ് അല്ല. പെർഫ്യൂം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു സ്റ്റോറി ടെല്ലറാണ്. ഇല്ലെങ്കിൽ താങ്കളുടെ കൂടോ അല്ലെങ്കിൽ എൻ്റെ കൂടോ സൈലൻ്റായിട്ട് എപ്പോഴും, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ പോലെയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വെൽവിഷറെ പോലെയോ കൂടെ നമ്മളുടെ വളരെ സൈലൻ്റായിട്ട് നമുക്ക് കോൺഫിഡൻസും അല്ലെങ്കിൽ നമുക്കൊരു ഐഡൻറ്റിറ്റിയും അല്ലെങ്കിൽ നമ്മളെ ഒരു റെസ്പെക്റ്റും ഒക്കെ നേടിത്തരുന്ന ഒരു പാർട്ട്ണറാണ്. ശരിയാണ്. നമ്മൾ അടിച്ചിട്ട് പോകുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഇരിക്കാൻ കാരണവും പെർഫ്യൂമാണ്. സ്വാഭാവികമായി ഈ പെർഫ്യൂം എന്ന് പറയുന്ന സാധനം ഇന്ന് പലതരം പെർഫ്യൂമുകളുണ്ട് അല്ലേ? ഒരു കസ്റ്റമർ ഒരു പെർഫ്യൂം സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്? ഒരു പെർഫ്യൂം ആസ് എ മാനുഫാക്ചർ ഞാൻ സിംപിളി പറഞ്ഞാൽ ഇത് മിക്സ് ഓഫ് ആർട്ട് ആൻഡ് കെമിസ്ട്രി. ആർട്ട് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി, കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഫോർമുലേഷൻസ്. ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്താൽ മാത്രമേ നല്ലൊരു പ്രോഡക്റ്റ് എനിക്ക് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. താങ്കളുടെ ഈ വളർച്ചയുടെ പിന്നിൽ നന്ദി പറയാനാണെങ്കിൽ ആരോടാണ് നന്ദി പറയാനുള്ളത്? തീർച്ചയായും ആദ്യം പറഞ്ഞ സുഹൃത്തുക്കൾ, അതിൽ എപ്പോഴും കൈപിടിച്ച് സഹായിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതേപോലെ ദൈവത്തെ നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കുന്നു. മീൻസ് നമ്മുടെ പല സാഹചര്യങ്ങളിലും എന്നെ കൂട്ടത്തിലും അല്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് തന്നതും ദൈവം എന്നെ കൈവിടത്തില്ല എന്നുള്ളൊരു തോന്നൽ. അതേപോലെ എൻ്റെ ജോലിക്കാർ. പിന്നെ നന്ദി എപ്പോഴും എൻ്റെ കസ്റ്റമറാണ്. അവരില്ലെങ്കിൽ ഞാൻ സീറോയാണ്. സോ ഐ ഹാവ് അതിൽ താങ്കൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സ് എൻ്റെ കയ്യിൽ നോക്കിയാൽ അറിയാലോ. കസ്റ്റമർ എന്ന് പറയുമ്പോൾ രോമാഞ്ചമാണ്. അത് റിപ്പീറ്റഡ് ആണ് താങ്കളുടെ കസ്റ്റമേഴ്സ് അല്ലേ? എത്ര ശതമാനമായിരിക്കാം? ഇപ്പം നമ്മൾ വളരെ ഹാപ്പിയാണ്. കഴിഞ്ഞ 2024 വരെയൊക്കെ ഞങ്ങൾക്ക് ഒരു 40-45 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളത് ക്രോസ് ചെയ്ത് ഓൾമോസ്റ്റ് നിയർ ടു 60 വരെ കഴിഞ്ഞ ആഴ്ചത്തെ, അതായത് സെപ്റ്റംബറിലെ ഞങ്ങൾ റിപ്പോർട്ട് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. എക്സലന്റ്. 60% എന്ന് വെച്ചാൽ വാങ്ങിയ ആൾ 60% എന്ന് പറയാൻ കാരണം ഞങ്ങളുടെ ഷോപ്പിൽ ഞങ്ങളുടെ ബ്രാൻഡ്സും ഇൻ്റർനാഷണൽ ബ്രാൻഡ്സുമാണ് ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. നേരത്തെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോറൽ ബ്രാൻഡ് ചോദിച്ച ആൾക്കാർ വന്നു തുടങ്ങി. അത് പ്രോഡക്റ്റിനോടുള്ള
അതിൻ്റെ ഒരു ട്രസ്റ്റ് നമ്മൾ മാർക്കറ്റിൽ നമുക്ക് കസ്റ്റമേഴ്സ് തന്ന ഒരു കോറലും മറ്റുള്ളവരുമായി അപ്പോൾ എന്താണ് ഈ വ്യത്യാസം? കോറൽ തുടങ്ങിയത് തന്നെ പെർഫ്യൂം ആര് ഇഷ്ടപ്പെടുന്നു, അതായത് ഒരു ഞങ്ങളുടെ ദുബായിലെ ഭാഷയിൽ പറഞ്ഞാൽ 1500 രൂപ ശമ്പളക്കാരൻ അവനൊരു പെർഫ്യൂം വാങ്ങുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കണമല്ലോ. പക്ഷേ ഞാൻ എൻ്റെ ബ്രാൻഡ് ഡിസൈൻ ചെയ്തേക്കുന്നത് അവൻ്റെ 30 ദിറംസ്, അതായത് ഒരു ദിവസത്തെ അല്ലെങ്കിൽ അവന് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചാൽ അവന് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് അവൻ്റെ ഒരു ദിവസത്തെ സാലറിയിൽ അവന് വാങ്ങാൻ സാധിക്കണം. ആ ഒരു ഡ്രീമാണ് ഞാൻ കോറൽ എന്ന ബ്രാൻഡിൽ. നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് അങ്ങനെ വേറെ ബ്രാൻഡ് എടുത്ത് വിൽക്കുന്ന ഒരു കമ്പനിയല്ല. ഞങ്ങൾ ഇന്ന് വരെയും വേറെ ഒരാളെ കോപ്പി ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ വി ആർ ഹാപ്പി വിത്ത് ദ സക്സസ്. പക്ഷെ ഞാൻ അതേപോലെ ഒരു പ്രോഡക്റ്റോ അതിൻ്റെ സ്പെല്ലിംഗ് മാറ്റി ഒരു പ്രോഡക്റ്റ് ഇറക്കുമോ അങ്ങനെ ഞാൻ ആരോടും ഞാൻ ചെയ്തിട്ടുമില്ല. എൻ്റെ ഡൗൺ ലെവലിലെ ഒരു സ്റ്റാഫിനോടും ഞാൻ അത് ഗൈഡ് ചെയ്തിട്ടുമില്ല. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഞങ്ങൾ ചെയ്യാറില്ല. അത് എൻ്റെ ബ്രാൻഡായാലും പ്രൈവറ്റ് ലേബലായാലും ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. വെരി ഗുഡ്. കോറലിൻ്റെ ഭാവി സ്വപ്നങ്ങൾ എന്താണ്? കോറൽ ലോകത്ത് അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിരിക്കണം. അത് എല്ലാ രാജ്യങ്ങളിലും പറ്റിയാൽ എല്ലാ വീടുകളിലും ഒരു പീസെങ്കിലും എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഐ ആം ട്രൈയിങ്. ബട്ട് നമ്മുടെ നാടിനെ മറക്കുമോ? എല്ലാവരും നമ്മുടെ കേരളത്തിൽ അപ്പോൾ എത്ര ഷോറൂമുകളാണ് ഈ പ്ലാനിലുള്ളത്? കേരളത്തിൽ ഞങ്ങൾ എല്ലാ സിറ്റികളിലും ഷോറൂംസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. 2026 ഞങ്ങളൊരു 20 ഷോറൂമാണ് ഞങ്ങളുടെ ഫോക്കസ്. 2026 ഒരു 20 ഷോറൂംസ് കേരളത്തിൽ തുടങ്ങണം. പിന്നെ ഈ മെട്രോ സിറ്റീസിലെല്ലാം ഞങ്ങൾ സ്ഥലങ്ങൾ നോക്കുന്നുണ്ട്. ടോക്സ് ആർ ഗോയിങ് ഓൺ. താങ്കൾ ഈ മേഖലയിൽ ഒരു പ്രാവീണ്യം, അതായത് പ്രൊഡക്ഷനിൽ പ്രാവീണ്യമില്ല, സെയിൽസിൽ പ്രാവീണ്യമാണ്. പക്ഷെ കോറൽ എന്ന് പറയുന്നൊരു ഒരു കമ്പനി നല്ല പ്രോഡക്റ്റുകളാണ് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സൂത്രം? എനിക്ക് നല്ലൊരു R&D ടീമുണ്ട്. ആ ടീമിന് അവരുടെ ഓരോ പ്രോസസ്സിലും ഞാനും അതിൽ ഇൻവോൾവാണ്. അങ്ങനെ ഞങ്ങൾ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും അതിൻ്റെ ഫോർമുലേഷൻസിലും അല്ലെങ്കിൽ അതിൻ്റെ പാക്കേജിങ്ങിലും എല്ലാത്തിലും നമ്മൾ ശ്രദ്ധിച്ചും അതേപോലെ ഫ്രഞ്ച് ബ്രാൻഡുമായിട്ടാണ് ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അവരിൽ ഒരു പടിക്ക് മുമ്പേ ഞങ്ങളുടെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങൾ ദുബായിലാണ് ഞങ്ങളുടെ ഫാക്ടറി ഉള്ളത്. അപ്പോൾ ഒരു കൾച്ചർ, അതായത് ഒരു അറേബ്യൻ കൾച്ചർ എങ്ങനെ മോഡേണൈസ് ചെയ്യാം, ഇതെല്ലാം ആലോചിച്ചിട്ടാണ് ഞങ്ങളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ വിജയം. അതെ. താങ്കളൊരു പ്രവാസി സംരംഭകനാണ്. നിരവധി പ്രവാസികളാണ് തൊഴിൽ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭം തുടങ്ങി രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹമുള്ളവരോട് താങ്കൾക്ക് എന്ത് മെസ്സേജാണ് പറയാനുള്ളത്? സ്വപ്നം വേണം. ചെറിയ ഡ്രീമായാലും വലിയ ഡ്രീമായാലും അത് നല്ല ഒരു ഡെഡിക്കേഷനും പാഷനോടുകൂടിയും ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായും അതിന് ഉദാഹരണമാണ് ഞാനോ ഈ കോറൽ എന്ന് പറഞ്ഞ ബ്രാൻഡ്. നിങ്ങൾ ഡെഡിക്കേഷനോടുകൂടി അല്ലെങ്കിൽ പാഷനേറ്റോടുകൂടി എന്ത് ചെയ്താലും നിങ്ങൾക്കതൊരു ഹാർഡ് വർക്കായിട്ട് തോന്നത്തില്ല. എല്ലാത്തിൻ്റെയും സക്സസ് ഹാർഡ് വർക്കാണ്. അത് നിങ്ങൾ പാഷനേറ്റഡ് ആയിരിക്കണം. ഗോ വിത്ത് എത്തിക്സ്. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് മാർക്കറ്റിൽ ഇറക്കും. തീർച്ചയായിട്ടും വിജയിച്ചിട്ടുണ്ടാവും. താങ്കളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 2 സാഹചര്യങ്ങളിൽ താങ്കൾക്ക് 2 വ്യക്തികളിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരോടിപ്പോൾ മനസ്സിലെന്താ തോന്നുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവരോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അവരായിരിക്കുമല്ലോ എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും ആ സാഹചര്യങ്ങളാണല്ലോ. ഇല്ലെങ്കിൽ ഞാൻ ഇന്നും ആ സാറിനെ നല്ല ബഹുമാനത്തോടു കൂടിയും ആ ജോലി ഞാൻ വളരെ ഡെഡിക്കേറ്റഡായിട്ടും ചെയ്ത ഒരു സ്ഥാപനമാണ്. അതൊരിക്കലും നശിക്കാൻ അല്ലെങ്കിൽ ഇല്ലെങ്കിലും അത് നല്ല രീതിയിൽ കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേങ്കിൽ അത് ഇന്ന് മാർക്കറ്റിലില്ല. രണ്ടാമത്തെ ആളായാലും എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് ഞാൻ മാറി ചിന്തിക്കാൻ സാധിച്ചത്. എൻ്റെ ഡ്രീം അന്നും ഇന്നും ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ ഞാനായിട്ട്
നല്ല രീതിയിൽ മാർക്കറ്റിലും അല്ലെ ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലും അറിയപ്പെടുക എന്നുള്ള എൻ്റെ ഫ്യൂച്ചർ ആഗ്രഹങ്ങളും എൻ്റെ തിരിഞ്ഞു നോക്കി ആ പഴങ്കഥകളൊക്കെ പഴങ്കഥകളായി. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് സമയമെടുത്തു ഇതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ സാധാരണ ഇത് ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. പക്ഷേ PR, അതായത് എന്നെ സഹായിച്ച ആൾക്കാരെ മറക്കല്ലെന്നുള്ളൊരു പ്രാർത്ഥന എനിക്ക് എന്നും ഉണ്ട്. അത് ഞാനൊരു ബിസിനസ്സുകാരനാകാൻ വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് പറഞ്ഞാൽ എന്നെ സഹായിച്ച ആൾക്കാരെ ഞാൻ മറന്നു പോകല്ലേ എന്ന്. അപ്പോൾ താങ്കൾ ആ മൂല്യങ്ങളോടുകൂടിയാണ് കോറലുമായി മുന്നോട്ട് പോകുന്നത്. ഒരു പ്രവാസി സംരംഭകൻ എന്ന നിലയ്ക്ക് താങ്കൾ നേടിയ വിജയം മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കേട്ടു ഷിബി എന്ന ഈ പ്രവാസി സംരംഭകൻ്റെ ത്രസിപ്പിക്കുന്ന സ്പാർക്കുള്ളൊരു കഥ. അദ്ദേഹം വളരെ ചെറിയ രീതിയിൽ ഒരു തൊഴിലാളിയായിട്ട് മസ്കറ്റിൽ എത്തിപ്പെടുകയും പിന്നീട് ഈ ബിസിനസ് എന്ന് പറയുന്നൊരു സാധനം തലയ്ക്കുള്ളത് കൊണ്ട് ചെയ്തിരുന്ന ആ തൊഴിൽ, അതിൽ നിന്ന് തന്നെ ഒരു സ്പാർക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങി. തിരിച്ചടിവുകൾ ഒന്നല്ല രണ്ടല്ല നിരവധിയാണ്. നഷ്ടങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, തീ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്ന് കോറൽ എന്ന് പറയുന്നത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു പെർഫ്യൂം ബ്രാൻഡാണ്. അദ്ദേഹം, നിങ്ങൾ തന്നെ കേട്ടു, ദുബായിൽ 28ഓളം ഷോറൂമുകൾ, 24ഓളം ഷോ. അതുകൂടാതെ മസ്കറ്റിൽ, ഒമാനിലുണ്ട്, നമുക്ക് ഓസ്ട്രേലിയയിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നാട് മറന്നിട്ടില്ല. നാട്ടിലും കൊച്ചിയിൽ വൈറ്റിലയിൽ തന്നെ ഒരു വലിയ ഷോറൂം തുറന്നിട്ടുണ്ട്. മറ്റ് വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം തുടങ്ങുന്നു. ഇത്തരം പ്രവാസി സംരംഭകർ നമുക്ക് അഭിമാനിക്കാവുന്ന ആൾക്കാരാണ്. നമ്മുടേതായൊരു ബ്രാൻഡ്, നമ്മളൊക്കെ വലിയ വലിയ യൂറോപ്യൻ ബ്രാൻഡ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടേതായൊരു ബ്രാൻഡ് എല്ലാ വീടുകളിൽ എത്തിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി പോകുന്ന ഷിബിക്ക് നമുക്ക് ആശംസകൾ അർപ്പിക്കാം. ഷിബി, താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങളുടെ ഒരു കസ്റ്റമറാണ്. ഇപ്പോൾ താങ്കളുടെ പെർഫ്യൂമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. വൈറ്റിലയിൽ ഞാൻ ഷോറൂമും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മിടുക്കന്മാരായ പിള്ളേരാണ്. അതുകൊണ്ട് തന്നെ എന്നെ പരിചയപ്പെടുത്തിയ സൈനുദ്ദീൻ ഭായ് ഹോട്ട് പാക്ക്, അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയുകയാണ്. താങ്കളെപ്പോലെ നല്ല സംരംഭകനെ പരിചയപ്പെടുത്തിയതിൽ. പിന്നീടാണ് നമ്മൾ IPL വെച്ചിട്ട് കണ്ടുമുട്ടാനുള്ള സാഹചര്യം ഉണ്ടായി. ഇന്ന് ഇങ്ങനെ ഒരു വേദിയിലും വെച്ച് കാണാനുണ്ടായി. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഈ കോറൽ വളരട്ടെ, നിരവധി ആൾക്കാരിലേക്ക് ഈ പെർഫ്യൂം എത്തട്ടെ, താങ്കളുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയട്ടെ, താങ്കളെപ്പോലെ തന്നെ മൂല്യങ്ങളോടുകൂടിയ ഒരു പെർഫ്യൂം ആയിരിക്കട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്കളെ പരിചയപ്പെട്ടതിലും വളരെ പ്രൗഢോടുകൂടി നോക്കി കണ്ട ഒരാളാണ് ഞാൻ. ഈ ഒരു ഹോട്ട് സീറ്റിൽ എനിക്ക് ഒരു അവസരം തന്നതിൽ വളരെ നന്ദി, സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച്.